പാർസൽ ട്രേ വരുന്നില്ല എന്നുള്ളത് നമുക്കിത് ഡെലിവറി എടുത്തതിന് ശേഷമാണ് ഈ ഒരു പാർസൽ ട്രേ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. HTക്ക് ഓപ്ഷനിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പാരനോമിക് സൺറൂഫ് അവൈലബിൾ ആണ്. അങ്ങനെ അപ്പോൾ അത്രയും കൂടുതൽ നമുക്ക് AC യുടെ കൺസംഷൻ കൂടുതൽ വരും, കൂളിംഗ് ആവാൻ ടൈം എടുക്കും. പോരാത്തതിന് ഈ ഒരു പാരനോമിക് സൺറൂഫ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹീറ്റായിരിക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇപ്പോൾ നമ്മളുള്ളത് കിയ സെൽറ്റോസിലാണ്. കിയയുടെ ഫസ്റ്റ് ലോഞ്ച് ആയിരുന്നു ഇന്ത്യയിലെ കിയ സെൽറ്റോസ്. സോ അതിനുശേഷം ഇപ്പോൾ 5 വർഷമായിട്ടും അത്യാവശ്യം നല്ല സെയിൽസ് ഉള്ള ഒരു മോഡലാണ് കിയ സെൽറ്റോസ്. നമ്മുടെ സെയിം ക്രെറ്റയുടെ സെയിം പ്ലാറ്റ്ഫോം, സെയിം എഞ്ചിനിൽ തന്നെ ഇറക്കുന്നത്, സെയിം ഡിസൈൻ മാത്രമേ ഇന്ത്യ ഔട്ട്സൈഡ് വ്യത്യാസമുള്ളൂ. ബാക്കി ചെറിയ ഫീച്ചേഴ്സുകളും ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് നമ്മുടെ ക്രെറ്റയും സെൽറ്റോസും. അപ്പോൾ അതിനകത്തിപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ചെറിയൊരു ഫേസ് ലിഫ്റ്റിംഗ് ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പുതിയ കുറച്ച് വേരിയൻസ് എടുത്ത് മാറ്റി കുറച്ച് വേരിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പുതിയതായിട്ട് വന്നൊരു വേരിയൻ്റാണ് HTK ഓപ്ഷൻ എന്നുള്ള ഒരു തേർഡ് വേരിയൻറ്റ്. നേരത്തെ അപ്പോൾ ഇങ്ങനെ ഒരു വേരിയൻ്റ് ഇല്ലായിരുന്നു, അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ആഡ് ചെയ്തതാണ്. സോ ആ വേരിയൻറ്റിൽ ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ വേരിയൻറ്റുകളിലും സൺറൂഫ് എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. നേരത്തെ ടോപ്പ് എൻഡുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് തേർഡ് വേരിയൻ്റ് ആണ്. തേർഡ് വേരിയൻറ്റ് നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പാനോമിക് സൺറൂഫ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലോയ് വീൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു തേർഡ് വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളും വരുന്നത് പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ 6 സ്പീഡ് നമുക്ക് വരുന്നത് നാഷണൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഓൺ റോഡ് ഏകദേശം ഒരു ബേസിക് അക്സസറീസ് എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 16 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസിങ് കാര്യങ്ങളും വരുന്നത്. സോ ഇതിൻ്റെ ചെറിയൊരു റിവ്യൂവും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇതാണ് നമ്മുടെ സെൽറ്റോസിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. സോ നമുക്ക് ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ഉള്ള ഒരു ഗ്രില്ല് ഏരിയ കുറച്ചുകൂടി വൈഡർ ആയെന്നുള്ളതാണ്. അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഇല്ല. നമ്മളിപ്പോൾ അതിനകത്ത് ഫീച്ചർ സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ്, പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. ഹാലജൻ ഹെഡ്ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് DRL കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് LED DRL ഇവിടം വരെ വന്ന് നിൽക്കാവുന്ന രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടോപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു DRL ഇങ്ങേ അറ്റം വരെ നമുക്ക് നീണ്ടു നിൽക്കാവുന്ന രീതിയിലാണ് ടോപ്പിലേക്ക് നമുക്ക് DRL വരുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഇവിടം വരെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു ഫുള്ളൊരു ഹാലജൻ ഹെഡ്ലാമ്പ് യൂണിറ്റാണ്. ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് ഫംഗ്ഷൻ ഈ ഒരു ഹെഡ്ലാമ്പിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോളോ മീ ഹോം ഫംഗ്ഷനും ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് ഇവിടെ സെൻസേഴ്സ് വരുന്നുണ്ട്. 4 സെൻസേഴ്സ് ഫ്രണ്ടിൽ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്ക് ലാമ്പ് അവൈലബിൾ അല്ല. അവിടെ നമുക്ക് അവിടെ സ്പേസും കാര്യങ്ങളും കൊടുത്ത് അധികം ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് അതിന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്കൊരു സിൽവർ മാറ്റ് ഫിനിഷ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിങ് കാര്യങ്ങളെല്ലാം നമുക്ക് സിൽവർ മാറ്റ് ഫിനിഷ് തന്നെയാണ് വരുന്നത്. ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു ക്രോം ഗ്രില്ലും കാര്യങ്ങളും ആയിരിക്കും ഈ ഒരു ഇപ്പോൾ മാറ്റ് ഫിനിഷുള്ള ഈ ഒരു ഭാഗമെല്ലാം നമുക്ക് ക്രോമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ക്യാറ്റ് ലൈൻസ് കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിയയുടെ പുതിയ ലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ടോപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റഡാറും അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ക്യാമറയും കൂടെ അവൈലബിൾ ആയിരിക്കും. അഡാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഹൈപ്പർ മെറ്റാലിക് അലോയ് വീൽസ് എന്നാണ് കിയ അതിനെ പറയുന്നത്. ഈ ഒരു വേരിയൻറ്റ് ഈ ഒരു ഓപ്ഷനിൽ വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു അലോയ് വീൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി തൊട്ട് താഴെയുള്ള വേരിയൻറ്റിൽ നമുക്ക് അലോയ് വീൽ അവൈലബിൾ അല്ല. ഇതിൽ നമുക്ക് 16 ഇഞ്ചാണ് വീൽസ് വരുന്നത്. ഇതിൻ്റെ സൈസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 195/65R 16 ആണ് ഇതിൻ്റെ ടൈസും കാര്യങ്ങളും വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗുഡിയേഴ്സിൻ്റെ ടയർസാണ് ഇതിനകത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിറേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിറേഴ്സിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സാണ് വരുന്നത്. ബട്ട് ഓട്ടോ ഫോൾഡിങ് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി കളേർഡാണ് മിറേഴ്സ് വരുന്നത്. ഡോർ ഹാൻഡിൽ വരുന്നത് ബോഡി കളേർഡാണ് വരുന്നത്. ഇല്ലാതെ നമുക്ക് കീലെസ് എൻട്രിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ബട്ട് ആ ഒരു റിക്വസ്റ്റ് സെൻസർ നമുക്ക് ആ ഒരു ഡ്രൈവർ സൈഡിൽ മാത്രമേ നമുക്ക് സ്വിച്ചും കാര്യങ്ങളും വരുന്നുള്ളൂ. അല്ലെങ്കിൽ മേലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ബട്ട് അതൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റി എന്നുള്ള രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഭാഗത്തെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്രോം പ്ലേറ്റിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് ആണെങ്കിൽ ആ ഒരു ഡിസൈനോട് ചേർന്നിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഇത് ബാക്കിലേക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സൈഡിൽ നിന്നുള്ള നമ്മുടെ സെൽറ്റോസിൻ്റെ വ്യൂവും കാര്യങ്ങളും വരുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുമ്പോഴത്തേക്കും നമുക്ക് ടെയിൽ ലാമ്പിലൊക്കെ ചെറിയ രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഫുള്ളി LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് നമുക്ക്
നമുക്ക് ഈ ഒരു തേർഡ് വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് ടെയിലാമ്യൂണ്ട് LED ടെയിലാമ്യൂണ്ട് വരുന്നുണ്ട്. അതുപോലെ സെൽറ്റോസ് എന്നൊരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. താഴെയായിട്ടാണ് നമുക്കൊരു റിവേഴ്സ് ലാമ്പ് വരുന്നത്, ചെറിയൊരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലായിട്ട് 4 സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ താഴെ ഒരു സിൽവർ മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ടെയിലാമ്യൂണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് വൈപ്പേഴ്സ് അവൈലബിൾ ആണ്, ഡിഫോക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഷറും കൊടുത്തിട്ടുണ്ട്. മേലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേളിൽ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർപ്പിന് ആന വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബാക്ക് സൈഡ് വരുന്നത്. അതുപോലെ തന്നെ വാഷർ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ബാക്ക് സൈഡ് വരുന്ന കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ വേരിയൻറ്റ് സൂചിപ്പിച്ചിട്ടുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു വാഹനം മിക്കയാക്കി വരുന്നില്ല. ഇതിനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ സെൽറ്റോസിൻ്റെ HTK ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ കീ സെറ്റും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ഇതിനകത്ത് തന്നെ ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ വരുന്നത്, അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്, ബൂട്ട് ഓപ്പണിംഗ് സ്വിച്ച് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കീ സെറ്റ് വരുന്നത്. ഇതുപോലെ തന്നെ 2 കീ സെറ്റും നമുക്ക് ഈ സെയിം ഇതുപോലെ തന്നെയുള്ള കീ സെറ്റും കാര്യങ്ങളാണ് സ്പെയർ കീയും വരുന്നത്. അപ്പോൾ ഇതന്നെയും ഇതിൻ്റെ ബാക്കി ഇൻറ്റീരിയറും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആണ് നമ്മുടെ സെൽറ്റോസിൻ്റെ ഡോർ പാഡും കാര്യങ്ങളും വരുന്നത്. ഇതിനകത്ത് നമുക്ക് പവർ വിൻഡോസിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും വരുന്നത്. അതുപോലെ ഔട്ട് സൈഡ് മിറർ അഡ്ജസ്റ്റിംഗ് സ്വിച്ച് വരുന്നുണ്ട്. ഔട്ട് സൈഡ് മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് തന്നെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെയായിട്ട് നമുക്കൊരു സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ താഴെ ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു ട്യൂറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് സിൽവർ ഫിനിഷിലാണ് ഈ ഒരു ഡോർ ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇവിടെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്ത് തന്നെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ അത് പ്ലാസ്റ്റിക്കാണ്. അതാണ് ഇനി ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സെൽറ്റോസിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും വരുന്നത്. 3 സ്പോക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെയായിട്ട് ഓഡിയോ കൺട്രോൾ സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു സിൽവർ ഫിനിഷും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ ഹോണും കാര്യങ്ങളും വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതിൻ്റെ ഹോണിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ 10 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇതിലുള്ള ടയർ പ്രഷർ മോണിറ്ററിങ്ങും അതുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആവറേജ് ഫ്യൂൽ എക്കണോമിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു 10 ഇഞ്ച് ഇൻസ്റ്റന്റ് ക്ലസ്റ്ററിലാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നത്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ക്ലസ്റ്ററും കാര്യങ്ങളാണ്. റൈറ്റ് സൈഡിലായിട്ട് RPM മീറ്റർ, അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്പീഡോമീറ്ററും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്യൂൽ ഗേജ് ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഇൻസ്റ്റോൺ ക്ലസ്റ്ററും കാര്യങ്ങളും വരുന്നത്. നമ്മളിപ്പോൾ ഒരു 80 above 100 above ഒക്കെ സ്പീഡ് പോകുമ്പോഴത്തേക്കും ഈ ഒരു കളർ തീമും കാര്യങ്ങളൊക്കെ മാറും, റെഡായിട്ട് മാറി. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഫുള്ളി ടച്ച് സ്ക്രീനോടുള്ള ഒരു 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനുവൽ റോട്ടറി സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ഈ ഒരു ടച്ച് മാത്രമല്ലാത്ത രീതിയിലൊരു സൗണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക് മാനുവൽ സ്വിച്ചസും കൂടി കൊടുക്കുന്നത് നല്ലതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഡോറിൽ. അതുപോലെ തന്നെ 2 ട്യൂറ്റേഴ്സും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ്ലി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഫ്രണ്ട് ക്യാമറ അവൈലബിൾ അല്ല, ബാക്ക് ക്യാമറ അതുപോലെ തന്നെ വിത്ത് ഗൈഡൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട്, വിത്ത് ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ സെൻസേഴ്സിൻ്റെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റോൺ ക്ലസ്റ്ററിൽ അത് കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫ്രണ്ട് സെൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഇൻസ്റ്റോൺ ക്ലസ്റ്ററിലാണ് ഫ്രണ്ട് സെൻസേഴ്സിൻ്റെയും കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലല്ല വരുന്നത്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കവർ കാർഡിലോ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം വരുന്നത് ടച്ച് സ്ക്രീനോട് 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. അതിൻ്റെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് AC വെൻസ് വരുന്നുണ്ട്, നടുക്ക് ടസാ ലൈറ്റിന് സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ മാനുവൽ AC യൂണിറ്റ് ആണ് വരുന്നത്. ടോപ്പിലേക്ക് വന്നുകൊണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഡുവൽ സോൺ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും വരും. ഇത് സിംഗിൾ സോൺ മാനുവൽ ആണ് വരുന്നത്. സോ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിലേക്ക് പോകുമ്പോഴാണ് കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുക. ഇവിടെ ആയിട്ട് AC യുടെ സ്വിച്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ USB A പോർട്ട്, USB-C പോർട്ട്, അതുപോലെ തന്നെ ഒരു 12 വാട്ടിൻ്റെ സോക്കറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചാർജിങ് പോർട്ടിനെല്ലാം ഇവിടെ ഒരു ലൈറ്റ് ലാമിനേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോഴേക്കും നമുക്കിവിടെ വയർലെസ് ചാർജിങ് കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് ശരിക്കും ഈ ഒരു ഭാഗത്തെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗിയർ ലിവറിൻ്റെ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റ് സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് സെൻസേഴ്സിൻ്റെ സ്വിച്ച് ഓൺ ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഈ ഒരു HTK O എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻറ്റിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്, മാനുവൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഡീസൽ അവൈലബിൾ ആണ്, പെട്രോളും അവൈലബിൾ ആണ്. ഇതിനകത്ത് വരുന്നത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ
ചെറിയൊരു പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. ചെറിയൊരു പ്രീമിയം ഫീല് കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഈ ഒരു ഭാഗത്ത് നോക്കാൻ നമുക്ക് ആംബിയൻ ലൈറ്റിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ടും ഗ്ലോബോസ് വരുന്നുണ്ട്. ഗ്ലോബോസിൽ ലാമ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കൂളിംഗ് ഫെസിലിറ്റിയും ഒരു ഗ്ലോബോസിൽ കൊടുത്തിട്ടില്ല. നമുക്ക് ഈ ഒരു AC വേരിയൻ്റിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങേ അറ്റത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു സിൽവർ ഫിനിഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മേലേക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് IRVM അല്ല വരുന്നത്, മാനുവൽ IRVM കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൺഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ലാമ്പും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു HTK ഓപ്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പാനോറാമിക് സൺറൂഫ് അവൈലബിൾ ആണ്. അങ്ങേറ്റം വരെ കണലുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സൺറൂഫും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഇത്രയും നല്ലൊരു സൺറൂഫ് ഉള്ളതുകൊണ്ട് നല്ല രസമായിരിക്കും അകത്തിരിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും വരുന്നത്. ഈ ഒരു സൺറൂഫിൻ്റെ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം സ്പീഡും കാര്യങ്ങളെല്ലാം അത്യാവശ്യം സ്പീഡിലാണ് ഈ സൺറൂഫും കാര്യങ്ങളെല്ലാം വർക്കിംഗ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്. ബട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്, ലെതർ അല്ല വരുന്നത്. ടോപ്പ് എൻഡിൽ പോകുമ്പോൾ ലെതർ അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഫാബ്രിക്കാണ് വരുന്നത്, ബട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആംറസ്റ്റ് അവൈലബിൾ ആണ്. ആംറസ്റ്റിൽ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിനെ പറ്റി പറഞ്ഞു. ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ലൈറ്റിന് കൺട്രോളും കാര്യം വരുന്നത്. ഓട്ടോമാറ്റിക് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വൈപ്പേഴ്സിന് കൺട്രോളും കാര്യം വരുന്നത്. ഓട്ടോ വൈപ്പേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല, ബട്ട് റിവേഴ്സ് വൈപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ആ ഒരു ഭാഗത്തും കാര്യങ്ങളും വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡിൽ സ്റ്റാർട്ട് ഓഫിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. നമ്മളിനി ബാക്ക് സൈഡിലെ ഡോർ പാഡും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയാണ് ബാക്ക് സൈഡിലെ ഡോർ പാഡും കാര്യങ്ങളും വരുന്നത്. ഇല്ലാത്ത നമുക്ക് സിൽവർ ഫിനിഷോട് ഡോർ ഹാൻഡിൽ ഫ്രണ്ടിലെ പോലെ തന്നെ വരുന്നുണ്ട്. അതുപോലെ പവർ വിൻഡോ സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. താഴെയായിട്ടൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഇതൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ പോലെ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലോ കാര്യങ്ങളൊന്നും ബാക്കിലും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൺ ഷെയ്ഡ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു വേരിയൻ്റ് തൊട്ടിട്ടാണെന്ന് തോന്നുന്നു നമുക്ക് സൺ ഷെയ്ഡും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഇനി നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ബാക്ക് സൈഡിലെ സീറ്റിങ്ങും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു AC വെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് 2 USB-C പോർട്സ് വരുന്നുണ്ട്. ഇവിടെ ഫോണിൽ എന്തെങ്കിലും വെക്കാനുള്ള ചെറിയൊരു സ്പേസും കാര്യങ്ങളാണ് വരുന്നത്. സെൻറ്റർ താളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള സെൻറ്റർ താളും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് മാറ്റ്സും കാര്യങ്ങളും ഇത് ചെയ്യിപ്പിച്ചേക്കുന്നതാണ് ഇതിനകത്തിപ്പോൾ. ഇതാണ് ഇതിൻ്റെ സീറ്റ്സും കാര്യങ്ങളും വരുന്നത്. ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്. അല്ല തന്നെ 3-pointed സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളാണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇതാണ് നമ്മുടെ ഡോർ പാഡും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സൺറൂഫും കാര്യങ്ങളെല്ലാം വലിപ്പത്തിലുള്ള സൺറൂഫും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലാമ്പ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ലാമ്പ് കാര്യങ്ങളും വരുന്നുണ്ട്. LED വൈറ്റ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും നമുക്ക് ഒരു ലാമ്പും കാര്യങ്ങളും അവൈലബിൾ. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഹെഡ് റൂം ആണെങ്കിലും അത്യാവശ്യം ഹെഡ് റൂമും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ തണലാണെങ്കിലും അധികം വരുന്നില്ല. അതുകൊണ്ട് തന്നെ 3 പേർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബാക്ക് സീറ്റും കാര്യങ്ങളും വരുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 433 ലിറ്ററാണ് നമുക്ക് ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെയർ വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ടാണ് സ്പെയർ വീൽ നമുക്ക് വരുന്നത്. സെയിം 16 ഇഞ്ച് വീല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് നമുക്ക് 60-40-50-50 ആയിട്ടൊന്നും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബെഞ്ച് ഫോൾഡിങ് അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള ഒരു ഫോൾഡിങ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പാർസൽ ട്രേ വരുന്നില്ല. സോ പാർസൽ ട്രേ വരുന്നില്ല എന്നുള്ളത് നമുക്കിത് ഡെലിവറി എടുത്തതിന് ശേഷമാണ് ഈ ഒരു പാർസൽ ട്രേ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. സോ നമ്മൾ പാർസൽ ട്രേ നമുക്ക് പെട്ടെന്ന് ഒരു 10-500 രൂപ കൊടുത്ത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള സ്ലോട്ടുള്ള ഒരു പീസ് വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ ഈ 2 സൈഡിലുള്ള ഈ ഒരു വീൽ ആർച്ചിൻ്റെ മേളിൽ വരുന്ന ഈ 2 പീസുകൾ മാറ്റി നമുക്ക് ആ ഒരു സ്ലോട്ടുള്ള ഒരു ട്രേ വെക്കണമെങ്കിൽ സ്ലോട്ടുള്ള സെപ്പറേറ്റ് നമ്മൾ ഓർഡർ ചെയ്ത് അപ്പോൾ ഈ ഒരു ഭാഗം മാറ്റി. അപ്പോൾ ഏകദേശം ഒരു 8,000 റുപ്പീസ് എന്തോ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. സോ ഈ ഒരു വേരിയൻറ്റ് HTK ഓപ്ഷനാണ്. 3rd വേരിയൻറ്റിന് ആ ഒരു സംഭവം വരുന്നില്ല. സോ നമുക്ക് പാർസൽ ട്രേ ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആയിരിക്കും മേളിൽ നമുക്ക്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൂളിംഗ്, കാരണം നമുക്ക് ആ ഒരു ക്യാബിൻ കൂളാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒരു ക്ലോസിങ് ട്രേ വരികയാണെങ്കിൽ
അപ്പുറത്തെ ഭാഗം പെട്ടെന്ന് കൂളിംഗ് ആവും. സോ ഇത് ഓപ്പണായി കിടക്കുമ്പോൾ ഈ ഒരു സ്പേസും കൂടി കൂളായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. സോ അപ്പോൾ അത്രയും കൂടുതൽ നമുക്ക് എ സിയുടെ കൺസംഷൻ കൂടുതൽ വരും, കൂളിംഗ് ആവാൻ ടൈം എടുക്കും. പോരാത്തതിന് ഈ ഒരു പാനോറമിക് സൺറൂഫ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹീറ്റായിരിക്കും. അപ്പോൾ ഈ ഒരു ഇതും കൂടി നമ്മൾ ഫിക്സ് ചെയ്താലേ അത്യാവശ്യം കംഫർട്ടബിൾ ആകത്തുള്ളൂ. അപ്പോൾ അതിന് ഏകദേശം നമുക്ക് അത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട്. ബട്ട് അത് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് അവർ ചോദിച്ച് മനസ്സിലാക്കണം. സോ നമ്മളോട് അവരങ്ങനെ പറഞ്ഞോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു തേർഡ് വേരിയൻറ്റിൽ വരുമ്പോൾ ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് തോന്നിയത്. നമ്മളിനിയും എൻജിൻ ബേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സെൽറ്റോസിന് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് എൻജിൻ വരുന്നത്. സെൽറ്റോസിൻ്റെ ഹുഡും കാര്യങ്ങളും വരുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോളിക് ഹുഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ മേളിൽ നോയിസ് ക്യാൻസലേഷൻ വേണ്ടി പ്രത്യേകിച്ച് സീലിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അധികം നോയിസ് കാര്യങ്ങളുണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. സോ ഇതാണ് അത്യാവശ്യം കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു എൻജിൻ ബേ വന്നിട്ടുള്ളത്. സോ ബേസിക്കലി ഇതിനകത്ത് എക്സ്ട്രാ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബേസിക്സ് ഐറ്റംസ് തന്നെ നോർമലി വരുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാൻഡ് വിറ്റാരൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഫീൽ ചെയ്യാറില്ല. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എയർ ഇൻടേക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്യൂസ് യൂണിറ്റ് വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്, ECU യൂണിറ്റ് വരുന്നുണ്ട്. അവിടെയായിട്ട് നമുക്കൊരു ABS-ൻ്റെ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിന് ഇവിടെയായിട്ട് കൂളൻ്റ്, റേഡിയേറ്റർ, അങ്ങനെയുള്ള ബേസിക് സംഭവങ്ങൾ തന്നെയാണ്. വാഷർ, അതുപോലെ തന്നെ ലൈക്ക് അത്രേ ഉള്ളൂ, അല്ല എക്സ്ട്രാ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ഹുഡ് ഫുൾ കവറായിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിനൊരു എഞ്ചിൻ വരുന്നത്. ഇത് സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആസ്പെക്ട് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഇനി നമുക്ക് വരുന്നത് 113 HP പവറും അതുപോലെ 144 NM ടോർക്കും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിപ്പോൾ നമ്മൾ മാനുവലാണ്, പിന്നെ തന്നെ ഓട്ടോമാറ്റിക് ഈ ഒരു എഞ്ചിൻ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡീസൽ അവൈലബിൾ ആണ്. ടർബോ പെട്രോൾ എഞ്ചിൻ കുറച്ചുകൂടി പവർ ഉള്ളത് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് ഈ ഒരു സെൽറ്റോസിന് ഈ ഒരു HTK ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻ്റ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു HTK ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, 4 വീലിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, ബാക്കിലും സെൻസേഴ്സ് വിത്ത് ക്യാമറ ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആണ് ഈ ഒരു HTK ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ ചേഞ്ചസ് നമ്മൾ ഈ ഒരു വേരിയൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറഞ്ഞ പോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, അല്ല ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്, 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് വേരിയൻറ്റിലാണ് നമുക്ക് ഡീസലും പെട്രോളും എഞ്ചിൻ ഓപ്ഷൻസ് രണ്ടും ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മാനുവലും ഓപ്ഷൻസ് എല്ലാം ഈ അവൈലബിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു തേർഡ് വേരിയൻറ്റിലാണ്. ബേസ് വേരിയൻറ്റിലൊക്കെ നമുക്ക് പെട്രോൾ മാനുവൽ മാത്രമേ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് വേരിയൻറ്റ് തൊട്ടിട്ട് നമുക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു തേർഡ് വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഈ ഒരു വേരിയൻ്റ് ഹൈലൈറ്റ് എന്ന് പറയും. സോ ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാം.